ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സർക്കാരിനെതിരെ യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ചിൽ സംഘർഷം. പോലീസിന് നേരെ നിരന്തരം കല്ലേറുണ്ടായതോടെ പോലീസ് കണ്ണീർ വാതകം പ്രയോഗിച്ചു. കണ്ണീർ വാതക പ്രയോഗത്തിൽ ഒട്ടേറെ പ്രവർത്തകർക്ക് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായി. ഇവരെ ആംബുലൻസുകളിലും പോലീസ് വാഹനങ്ങളിലും ആശുപത്രിയിലേക്ക് മാറ്റി. ഇന്ന് ഉച്ചയോടെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത്. മാർച്ച് ബാരിക്കേഡ് സ്ഥാപിച്ച് പോലീസ് തടഞ്ഞു. ഇതോടെ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇതിനിടെ പോലീസിന് നേരെ കല്ലേറുണ്ടായി. ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിന്തിരിയാതിരുന്നതോടെയാണ് പോലീസ് പലതവണയായി കണ്ണീർ വാതകം പ്രയോഗിച്ചത്. പ്രവർത്തകർ കൂട്ടം കൂടി നിന്ന സ്ഥലത്തേക്കാണ് കണ്ണീർ വാതക ഷെല്ലുകൾ പതിച്ചത്. ഇതോടെ ഒട്ടേറെ പ്രവർത്തകർക്ക് ശ്വാസമുട്ടൽ ഉൾപ്പെടെയുള്ള ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടു. തുടർന്ന് ഇവരെയെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. നിലവിൽ പ്രവർത്തകരെല്ലാം പ്രതിഷേധം അവസാനിപ്പിച്ച് സ്ഥലത്തു നിന്ന് പിൻവാങ്ങിയിട്ടുണ്ട്. സംഘർഷത്തെ തുടർന്ന് ഇതുവഴിയുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.